Hello friends, Assalamu alaikum. Welcome back to my channel, my tricks and tips. നമ്മൾ കുറേ ദിവസമായി റെസിപ്പി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിക്കൊണ്ടാണ്. അതായത് പത്തിരിയുടെ കൂടെയും നെയ്പത്തിരിയുടെ കൂടെയും പിന്നെ മലബാറിലെ ഫേമസ് റെസിപ്പിയായ ടയർ പത്തിരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി കേട്ടോ. ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അരപ്പിൽ നമ്മൾ ചെറിയൊരു ഐറ്റം ചേർക്കുന്നുണ്ട്. അതോടുകൂടി ഈ കറിയുടെ സ്റ്റൈൽ തന്നെ മാറുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലൊന്നും ഊരണ്ട, ഒരു വിസിൽ അടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ട പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ടും കഴിയും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, മുട്ടയുടെ തൊലിയൊക്കെ അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അരപ്പിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരവിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഏലക്കായ, ഒറ്റ ഏലക്കായ എടുത്താൽ മതി കേട്ടോ, അധികം ആവാൻ പാടില്ല. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 4 ചെറിയുള്ളി, പിന്നെ 4 ചെറിയുള്ളി നമുക്ക് വറവിനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലോട്ട് നമ്മൾ മാറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഈ സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എത്രത്തോളം ഗ്രേവിയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളയ്ക്കാനൊന്നും വെക്കണ്ട, അതിൻ്റെ മുമ്പേ തന്നെ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്നതിന് മുമ്പേ ഇതൊന്ന് വരിഞ്ഞു കൊടുക്കണേ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി സൈഡിലൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഗ്രേവിയൊക്കെ ഉള്ളിലേക്ക് ചെന്നിട്ട് മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കറി നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിൽ ഇളക്കിക്കൊണ്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ തേങ്ങ ഒരു പിരിഞ്ഞ മാതിരി ആയിപ്പോകും. അപ്പോൾ കറി കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു പിരിഞ്ഞ പോലെ ആയിപ്പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന ട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ തിളയ്ക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കറി പിരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഒരു 2 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്ത ശേഷം ഇത് ഇളക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പിരിഞ്ഞ പോലെ ആവാണ്ടിരിക്കാൻ വേണ്ടിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. ഇതിൽ നമ്മൾ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.